ഹലോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ലാബിലിറ്റിയാണ്. നോക്കാം. ലാബിലിറ്റി. ദ ലാബിലിറ്റി ഓഫ് ദ അർബൻ ബാങ്ക് ഈസ് ലിമിറ്റഡ് ടു ദ ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ മെമ്പേഴ്സ്. അതിലെ മെമ്പേഴ്സ് എത്ര രൂപയുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അത്രയുമാണ് ഓരോ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ലാബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ മെമ്പേഴ്സ്. നമ്മളിപ്പോൾ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പറാണെന്ന് വിചാരിക്കുക. നമ്മളൊരു 2000 റുപ്പീസിൻ്റെ ഷെയറാണ് ആ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റേത് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? ആ 2000 റുപ്പീസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എത്ര രൂപയുടെ ഷെയർ വാങ്ങിച്ചോ അത്ര മാത്രമേ ആയിരിക്കും നമ്മുടെ ലാബിലിറ്റി എന്നുള്ളതാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലാബിലിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. ലാബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ മെമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഒബ്ജക്ട്സ് ആണ്. ഒബ്ജക്ട്സ് ഓഫ് എ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ടു എൻകറേജ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ എമംഗ് മെമ്പേഴ്സ്. മെമ്പേഴ്സിനിടയിൽ എന്തുണ്ടാക്കണം? കോപ്പറേഷൻ ഉണ്ടാക്കണം, സെൽഫ് ഹെൽപ്പ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ത്രിഫ്റ്റ്. എന്താ ത്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതവ്യയം. അവർക്ക് ലഭിക്കുന്ന പണം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ നമുക്കൊരു 1000 റുപ്പീസ് പെർ ഡേ കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന 1000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത ചിലവാക്കി ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ ആ പണം വിനിയോഗിക്കരുത്. അപ്പോൾ അതാണ് മിതവ്യയം. നമുക്ക് ലഭിക്കുന്ന പണം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വിനിയോഗിക്കലാണ്. ആ രീതിയിൽ എന്താണ് ഒരു ത്രിഫ്റ്റ്, സാധാരണ ജനങ്ങൾക്കിടയിൽ അവർക്ക് ലഭിക്കുന്ന പണം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു ത്രിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കോപ്പറേഷൻ എമംഗ് മെമ്പേഴ്സിനിടയിൽ കോപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ. അത്തരം കാര്യങ്ങൾ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റ് പറയുന്നത്. സെക്കൻഡ്, to utilize the borrowed fund by way of providing loans to the members for useful purpose. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് ലഭിക്കുന്ന പണം അവരെന്ത് ചെയ്യുന്നുണ്ട്? ബൈ വേ ഓഫ് പ്രൊവൈഡിങ് ലോൺസ് ടു ദ മെമ്പേഴ്സ് ഫോർ യൂസ്ഫുൾ പർപ്പസ്. മെമ്പേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ മെമ്പേഴ്സിന് എന്ത് ചെയ്യും? ലോണായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പം അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് ലഭിക്കുന്ന പണം എന്ന് പറയുമ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അതിൻ്റെ അപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളും അതുപോലെ തന്നെ RBI, അതുപോലെ തന്നെ IDBI, ഇങ്ങനെയുള്ള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇവരെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യമായിട്ടുള്ള സഹായം അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് നൽകുന്നുണ്ട്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഒരു ബേസ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഏറ്റവും താഴെ തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വായ്പ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളാണ്. അർബൻ ഏരിയയിലും സെമി അർബൻ ഏരിയയിലും ജീവിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വായ്പ പ്രൊവൈഡ് ചെയ്യുന്ന ബേസ് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഈ ബാങ്കുകൾക്ക് ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും സ്റ്റേറ്റ് ലെവലിലുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും അതുപോലെ തന്നെ RBIയും IDBIയും ഒക്കെ ആവശ്യമായിട്ടുള്ള വായ്പ നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഏറ്റവും ബേസ് ലെവലിലുള്ള അർബൻ ഏരിയയിലും സെമി അർബൻ ഏരിയയിലും ജീവിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും മറ്റ് അപ്പർ ഇൻസ്റ്റിറ്റ്യൂഷനും കിട്ടുന്ന പണം എന്ത് ചെയ്യുന്നുണ്ട്? ടു പ്രൊവൈഡിങ് ലോൺസ് ടു ദ മെമ്പേഴ്സ്. അവർ അർബൻ ഏരിയയിലും സെമി അർബൻ ഏരിയയിലും ജീവിക്കുന്ന മെമ്പേഴ്സിന് ലോണായിട്ട് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ യൂസ്ഫുൾ പർപ്പസ്. അവർക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ. അപ്പം ബേസ് ലെവലിലുള്ള ആളുകൾക്ക്, മെമ്പേഴ്സായിട്ടുള്ള ആളുകൾക്ക് ലോണ് കൊടുക്കാൻ, യൂസ്ഫുൾ പർപ്പസുകൾക്ക് ലോൺ കൊടുക്കുന്നതിന് വേണ്ടി അവർക്ക് ലഭ്യമാകുന്ന പണം അവർ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ഒബ്ജക്റ്റ്. തേർഡ്, ടു അഡ്വാൻസ് ലോൺസ് ടു ദ മെമ്പേഴ്സ് അറ്റ് എ റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ദെയർ പെറ്റി ട്രേഡ് സ്റ്റോക്ക്. പെറ്റി ട്രേഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ക്യാഷ് ബുക്ക് പഠിച്ചപ്പം സിംഗിൾ കോളം, ഡബിൾ കോളം, ട്രിപ്പിൾ കോളം, പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി ക്യാഷ് ബുക്ക് എന്നതിന് വേണ്ടിയിട്ടാണ് പെറ്റി പേയ്മെൻറ്റ്സ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? ചെറിയ ചെറിയ പേയ്മെൻറ്റ്സ്, സ്റ്റാമ്പ് വാങ്ങിച്ചത്, അതുപോലെ തന്നെ നമ്മൾ സ്റ്റേഷനറി വാങ്ങിച്ചത്, അതുപോലെ തന്നെ ചെറിയ ചെറിയ പേയ്മെൻറ്റ്സ് ഒരു ബാങ്കിനെ അല്ല ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. പേന, പെൻസിൽ, പേപ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള പെറ്റി പേയ്മെൻറ്റ്സ് രേഖപ്പെടുത്താനാണ് പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സാധാരണ ജനങ്ങൾ, ഇപ്പോൾ ഒരു സ്മോൾ ട്രേഡേഴ്സിനൊക്കെ വായ്പ കൊടുക്കുന്നുണ്ട്. അതിലെ മെമ്പേഴ്സിനെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? സ്മോൾ ട്രേഡേഴ്സ്, സ്മോൾ മർച്ചൻറ്റ്സ്, അതുപോലെ തന്നെ വേജ് ഏണേഴ്സ്, പ്രൊഫഷണൽസ്. ഇപ്പോൾ ഒരു സ്മോൾ ട്രേഡേഴ്സ് ആണെന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കച്ചവടം ചെയ്യുന്ന ചെറിയൊരു കച്ചവടമായിരിക്കും. അപ്പോൾ അയാളുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയ തോതിലുള്ള സ്റ്റോക്കേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഒരു സ്മോൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന കച്ചവടം എന്താണോ ആ കച്ചവടത്തിൻ്റെ ഈടിന്മേലായിരിക്കും അയാൾ വായ്പ കൊടുക്കുക. അപ്പോൾ സാധാരണ
ജനങ്ങൾക്ക് അവരുടെ പെറ്റി സ്റ്റോക്കിന്മേൽ എന്ന് പറയുമ്പോൾ ട്രേഡ് സ്റ്റോക്കിന്മേൽ എന്ന് പറയുമ്പോൾ അയാളുടെ കയ്യിലുള്ള ചെറിയ ആ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കും എന്തെങ്കിലും. അപ്പോൾ ഒരു കടയാണെങ്കിൽ ആ കടക്കകത്ത് ഇപ്പോൾ ഒരു 1,00,000 റുപ്പീസിൻ്റെ സാധനം അല്ലെങ്കിൽ ഒരു 50,000 റുപ്പീസിൻ്റെ സാധനമൊക്കെ മൊത്തം ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ കച്ചവടം ആകുമ്പോൾ അയാളുടെ ആ കച്ചവടത്തിൻ്റെ ഈടിന്മേൽ എന്ത് ചെയ്യും, അവർക്ക് വായ്പ കൊടുക്കും, അഡ്വാൻസ് ആയിട്ട് ലോൺ കൊടുക്കും. ഇതാണ് മറ്റൊരു കാര്യം പറയുന്നത്. അതെങ്ങനെയായിരിക്കും, ഒരു റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനായിരിക്കും, വളരെ ചെറിയ പലിശക്ക് അവർക്ക് അവരുടെ കച്ചവടത്തിൻ്റെ ഈടിന്മേലൊക്കെ സെക്യൂരിറ്റി വെച്ചുകൊണ്ട് അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ടു അഡ്വാൻസ് ലോൺസ് ടു ദ മെമ്പേഴ്സ് അറ്റ് റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഗെയിൻസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ദെയർ പെറ്റി ട്രേഡ് സ്റ്റോക്ക്. സാധാരണ നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ എന്താണ്, ഗോൾഡിൻ്റെ ഈടിന്മേലായിരിക്കും ലോൺ കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ആധാരമോ ഒക്കെ വെക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സാധാരണ ഈ പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വെക്കാനുണ്ടാവില്ല ഈടായിട്ട്. അപ്പോൾ അവർക്ക് ഗോൾഡ് വെക്കാനോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും വെക്കാനുണ്ടാവില്ല. അപ്പോൾ അവരുടെ ട്രേഡ് സ്റ്റോക്ക് എന്താണോ അതിന്മേൽ തന്നെ എന്ത് ചെയ്യും, വായ്പ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമെന്നാണ് മറ്റൊരു കാര്യം പറയുന്നത്. മറ്റൊന്ന്, ടു ക്യാരി എ ജനറൽ ബാങ്കിങ് ബിസിനസ്. സാധാരണ ബാങ്കുകൾ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും എന്തും ചെയ്യുന്നുണ്ട്, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കും ചെയ്യുന്നുണ്ട്. അതാണ് ടു ക്യാരി എ ജനറൽ ബാങ്കിങ് ബിസിനസ്. സാധാരണഗതിയിൽ നോർമൽ കേസിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടല്ലോ ബാങ്കുകൾ സാധാരണ, അതിലെ ആളുകൾക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, ടു അറേഞ്ച് ഫോർ സേഫ് എന്നാണ്, സെയിൽസ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, തെറ്റിപ്പോയതാണ്, സേഫ് കസ്റ്റഡി എന്നാക്കണം കേട്ടോ. ടു അറേഞ്ച് ഫോർ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ് ഓഫ് മെമ്പേഴ്സിൻ്റെ വാല്യുബിൾ ഡോക്യുമെൻ്റ് സേഫ് കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. നമ്മുടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ സാധാരണ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലാണെങ്കിൽ, ഷെഡ്യൂൾഡ് ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സേഫ് കസ്റ്റഡിയിൽ വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ലോക്കർ ഫെസിലിറ്റി എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ലോക്കർ ഫെസിലിറ്റി അല്ലെങ്കിൽ സേഫ് കസ്റ്റഡിയിൽ വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ്സും എവിടെയുണ്ട്, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 5 ഒബ്ജക്ട്സ് നമ്മൾ അതിനകത്ത് പഠിക്കണം. ഓക്കെ, പിന്നീട് മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒബ്ജക്റ്റ് പറയുന്നുണ്ട്. ഏകദേശം 5 പഠിച്ചാൽ മതി എന്നുള്ളതുകൊണ്ട് ഞാനത് കൊടുക്കാതിരുന്നത്, ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഓർക്കുക. 6ാമത്തെ ഒരു ഒബ്ജക്റ്റ് പറയുന്നത് ഇതാണ്, ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ഫോർ സെറ്റിംഗ് അപ്പ് ദെയർ ഓൺ ബിസിനസ്. നമ്മളിപ്പോൾ ഒരു പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫിനാൻസ് വേണ്ടി വരും. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ രീതിയിൽ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ടെക്നിക്കൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇങ്ങനെ ഒരു 6 ഒബ്ജക്ട്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഒന്നാമത്തെ നോക്കുക, ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻകറേജ് ചെയ്യുന്നു. മറ്റൊന്ന്, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ അതിൻ്റെ അപ്പർ ഇൻസ്റ്റിറ്റ്യൂഷനായ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും അതുപോലെ RBI അതുപോലെ തന്നെ IDBI ഇത്തരത്തിലുള്ള അപ്പർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്ന പണം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ലോണായിട്ട് അതിലെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് സാധാരണ പെറ്റി സ്റ്റോക്ക് പേയ്മെൻറ്റിൽ മേൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സെക്യൂരിറ്റിന്മേൽ ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് മെമ്പേഴ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ജനറൽ ബാങ്കിങ് ബിസിനസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നു, വാല്യുബിൾ ഡോക്യുമെൻ്റ് എല്ലാം സേഫ് കസ്റ്റഡിയിൽ വെക്കുന്നു. അതുപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു 6 ഒബ്ജക്ട്സും നമ്മളിതിനകത്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ലാബിലിറ്റി, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഒബ്ജക്ട്സ്, ദെൻ ഇതിൻ്റെ ഇനി ഫണ്ട്സ് ഉണ്ട്. എവിടെ നിന്നൊക്കെയാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലേ. നോൺ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ലോൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ അഗ്രികൾച്ചർ പർപ്പസിന് ലോൺ കൊടുക്കുമ്പോൾ ഒരു പ്രയാസം വേറെ വരുന്നുണ്ട്. ലോൺ എടുത്ത വ്യക്തികൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, പണം തിരിച്ചടക്കാൻ പ്രയാസം ഉണ്ടാവും. കാരണം ഒരു പ്രൊഡക്റ്റീവ് പർപ്പസിനായിരിക്കണമെന്നില്ല പലപ്പോഴും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചടക്കാൻ പ്രയാസമൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഈ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് എവിടെ നിന്നൊക്കെയാണ് ഈ ലോൺ കൊടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഫണ്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. ഒന്ന്, അവർ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ജനറൽ പബ്ലിക്കിന് സാധാരണ കമ്പനികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ടു ഇഷ്യൂ ഷെയർസ് ടു ദ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷെയർ ക്യാപിറ്റൽ സ്വരൂപിക്കുന്നതിലൂടെ ഷെയർ വിറ്റിട്ട് അതിൽ നിന്ന് പണം സ്വരൂപിക്കുന്നു, അതാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് റിസർവ് ഫണ്ട് ആൻഡ് അതർ ഫണ്ട്സ്. സാധാരണ ബാങ്കുകൾ അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് മാറ്റി വെച്ചുകൊണ്ട് റിസർവ് ഫണ്ടുകളും മറ്റു ഫണ്ടുകളും ക്രിയേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള റിസർവ് ഫണ്ട് ആൻഡ് അതർ ഫണ്ട്സ് അതൊരു സോഴ്സാണ്. ദെൻ ബോറോയിങ്സ് ഫ്രം DCBs, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, RBI, IDBI എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പർ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ടുള്ള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും RBIയും IDBIയും ഒക്കെ ആവശ്യമായിട്ടുള്ള പണം ഇവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവരിൽ നിന്ന് കിട്ടുന്ന പണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത്. 3 ഹെഡുകളേ ഉള്ളൂ: ഷെയർ ക്യാപിറ്റൽ, റിസർവ് ഫണ്ട് ആൻഡ് അതർ ഫണ്ട്സ്, ദെൻ ബോറോയിങ്സ് ഫ്രം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ദെൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, RBI ആൻഡ് IDBI. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ 5 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ എങ്ങനെയാണ് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്? ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് ലിമിറ്റഡ് ടു എ ടൗൺ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓർ താലൂക്ക്. ഓക്കെ, എക്സെപ്ഷണൽ കേസിൽ ഒരു ഓൾ ഡിസ്ട്രിക്ട് വരെ ആവാം. ഓക്കെ, മെമ്പർഷിപ്പ് സ്മോൾ ട്രേഡേഴ്സ്, സ്മോൾ മർച്ചൻറ്റ്, ആർട്ടിഷൻ, ദെൻ വേജ് ഏണേഴ്സ്, പ്രൊഫഷണൽസ്. ലാബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ ഷെയർസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ മെമ്പേഴ്സ്. ദെൻ ഒബ്ജക്ട്സ് പറഞ്ഞു, ദെൻ ഫണ്ട്സ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ നോട്ട് 9 മണിയാകുമ്പോഴേക്കും പ്രിപ്പയർ ചെയ്യുക. വളരെ കുറച്ച് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ നോട്ട് കൃത്യമായിട്ടും പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് 9 മണിയാകുമ്പോഴേക്കും എൻ്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് അയക്കുക. ഓക്കെ, താങ്ക് യു.